എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോയിൽ ഇത്തവണത്തെ ദീപാവലി സ്റ്റോക്ക് പിക്കുകളിൽ ഉൾപ്പെടുത്തിയിരുന്ന 5 സ്റ്റോക്കുകളിൽ ഒന്നായ KEC ഇന്റർനാഷണലിനെ കുറിച്ചറിയാം. കമാനി എഞ്ചിനീയറിംഗ് കോർപ്പറേഷൻ അഥവാ KEC ഇന്റർനാഷണൽ ലിമിറ്റഡ് ഒരു ഇന്ത്യൻ ബഹുരാഷ്ട്ര കമ്പനിയാണ്. മുംബൈ ആസ്ഥാനമായ ഈ കമ്പനി ഇലക്ട്രിക് പവർ ട്രാൻസ്മിഷൻ ടവറുകളുടെ രാജ്യത്തെ 2ാമത്തെ വലിയ ഉൽപ്പാദകരാണ്. കൂടാതെ ഏറ്റവും വലിയ പവർ ട്രാൻസ്മിഷൻ, എഞ്ചിനീയറിംഗ്, പ്രൊക്യൂർമെന്റ്, കൺസ്ട്രക്ഷൻ അഥവാ EPC കമ്പനികളിൽ ഒന്നാണ്. പവർ ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ, റെയിൽവേ, കേബിളുകൾ, സോളാർ, സിവിൽ, സ്മാർട്ട് ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയ്ക്കായുള്ള EPC പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഈ കമ്പനി 255 ബില്യൺ രൂപയിൽ കൂടുതൽ ആസ്തിയുള്ള RPG ഗ്രൂപ്പിന്റെ ഭാഗമാണ്. ഇന്ത്യ കൂടാതെ അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, മാൽദീവ്സ്, നേപ്പാൾ, പാകിസ്ഥാൻ, ശ്രീലങ്ക തുടങ്ങിയ സാർക്ക് രാജ്യങ്ങളിലും ഈസ്റ്റ് ഏഷ്യ പസഫിക് അഥവാ EAP, ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ്, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലും പ്രവർത്തനമുള്ള വമ്പൻ കമ്പനിയാണ് KEC ഇന്റർനാഷണൽ ലിമിറ്റഡ്. 6 ഭൂഖണ്ഡങ്ങളിലും 105-ലധികം രാജ്യങ്ങളിലും ആഗോള വിതരണ ശൃംഖല നിലനിർത്താൻ സഹായിക്കുന്ന ഈ കമ്പനിയുടെ നിർമ്മാണ കേന്ദ്രങ്ങൾ ഇന്ത്യ, ദുബായ്, ബ്രസീൽ, മെക്സിക്കോ എന്നിവിടങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. 75 വർഷത്തെ അനുഭവ പരിചയമുള്ള KEC ഇന്റർനാഷണലിന് EPC വ്യവസായത്തിൽ ശക്തമായ പ്രാതിനിധ്യമുണ്ട്. കമ്പനി അതിന്റെ പ്രവർത്തനങ്ങളിൽ ഉപഭോക്തൃ സംതൃപ്തി, ഗുണനിലവാരം, സുരക്ഷ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇനി ഈ കമ്പനിയുടെ ഭാവിയിലേക്കുള്ള വളർച്ചാ സാധ്യതകൾ നമുക്ക് പരിശോധിക്കാം. KEC ഇന്റർനാഷണലിന്റെ ഭാവി പ്രതീക്ഷാജനകമാണെന്ന് പറയാം. അതിന്റെ ഒന്നാമത്തെ കാരണം കമ്പനിയുടെ ശക്തമായ ഓർഡർ ബുക്ക് തന്നെയാണ്. വളർച്ചയിലെ തന്ത്രപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിലൂടെ കമ്പനി ഗണ്യമായ ഓർഡറുകൾ നേടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ അഥവാ T&D മേഖലയിൽ. ഇത് കമ്പനിയുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കും. സിവിൽ, റിന്യൂവബിൾസ്, കേബിളുകൾ എന്നിവയിലുടനീളം വൈവിധ്യമാർന്ന പോർട്ട്ഫോളിയോ ഉള്ളതിനാൽ വിവിധ മേഖലകളിലെ വളർച്ചാ അവസരങ്ങൾ മുതലാക്കാൻ KECക്ക് സാധ്യത ഏറെയാണ്. കൂടാതെ കമ്പനിയുടെ വളർച്ചാ തന്ത്രത്തിൽ അന്താരാഷ്ട്ര വിപണികളിൽ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക, ദക്ഷിണേഷ്യ തുടങ്ങിയ പ്രദേശങ്ങളിൽ സാന്നിധ്യം വിപുലീകരിക്കുന്നത് ഉൾപ്പെടുന്നു. പുതിയ സാങ്കേതിക വിദ്യകളും അടിസ്ഥാന സൗകര്യങ്ങളുമുള്ള കമ്പനിയുടെ തുടർച്ചയായ നിക്ഷേപം മത്സരാധിഷ്ഠിത വിപണിയിൽ ഈ കമ്പനിയുടെ സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്തും. കൂടാതെ KEC കടം കുറയ്ക്കുന്നതിലും മാർജിനുകൾ മെച്ചപ്പെടുത്തുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇത് വരും പാദങ്ങളിൽ ലാഭം വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോളാർ, വിൻഡ്, ഗ്രീൻ ഹൈഡ്രജൻ തുടങ്ങിയ ഹരിത ഊർജ പദ്ധതികളിൽ അതീവ താൽപ്പര്യമുള്ള KEC ഇന്റർനാഷണൽ അതിന്റെ റിന്യൂവബിൾസ് ബിസിനസ് വളർത്തുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. കൂടാതെ കേബിൾ ബിസിനസിനെ സബ്സിഡറികളാക്കി മാറ്റാനുള്ള അതിന്റെ പദ്ധതികൾ ഈ മേഖലയിലേക്കുള്ള ഫോക്കസ് കൂട്ടാനും സഹായിക്കുന്നു. ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ് അഥവാ BIM, AI ഡ്രൈവൺ സിസ്റ്റംസ് തുടങ്ങിയ നൂതന ഉപകരണങ്ങളിലൂടെ ഡിജിറ്റൽ പരിവർത്തനത്തിനുള്ള കമ്പനിയുടെ പ്രതിബദ്ധത, എഫിഷ്യൻസി, ക്ലയന്റ് സാറ്റിസ്ഫാക്ഷൻ എന്നിവ വർദ്ധിപ്പിക്കും. എക്സിക്യൂഷൻ എക്സലൻസിലും തന്ത്രപരമായ നിക്ഷേപങ്ങളിലും വ്യക്തമായ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ത്യയിലും അന്തർദേശീയമായും വളരുന്ന ഇൻഫ്രാസ്ട്രക്ചർ മാർക്കറ്റിന്റെ ഗണ്യമായ പങ്ക് പിടിച്ചെടുക്കാനാണ് KEC ലക്ഷ്യമിടുന്നത്. ഇക്വിറ്റി, നോൺ കൺവേർട്ടിബിൾ ഡിബഞ്ചറുകൾ എന്നിവയിലൂടെ മൂലധനം സമാഹരിക്കാനുള്ള കമ്പനിയുടെ പദ്ധതികൾ അതിന്റെ വിപുലീകരണത്തിന് വേണ്ട തുക കണ്ടെത്താൻ സഹായിക്കും. അടിസ്ഥാന സൗകര്യ വികസനം, വ്യാവസായികവൽക്കരണം, സർക്കാർ സംരംഭങ്ങൾ തുടങ്ങിയ ഘടകങ്ങളാൽ നയിക്കപ്പെടുന്ന ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് മേഖല ശക്തമായ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിയിലും തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്യുന്നതിലും നൂതന ആശയങ്ങൾ സൃഷ്ടിക്കുന്നതിലും ഈ മേഖല നിർണായകമായ പങ്ക് വഹിക്കുന്നു. ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകളുടെ വർദ്ധിച്ചു വരുന്ന ഡിമാൻഡ്, ഗവൺമെന്റ് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയ്ക്ക് കൊടുത്തിരിക്കുന്ന പ്രാധാന്യം എന്നിവ എഞ്ചിനീയറിംഗ് കമ്പനികൾക്ക് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ഇത് ഈ മേഖലയിലെ കമ്പനികൾക്ക് ബിസിനസ് അവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിനും കാരണമാകുന്നു. എഞ്ചിനീയറിംഗ് സെക്ടറിൽ വരുന്ന KEC ഇന്റർനാഷണൽ, കമ്മിൻസ് ഇന്ത്യ, സീമെൻസ്,
ത്രിവേണി ടർബൈൻസ് തുടങ്ങിയ മിക്ക ഓഹരികളുടെയും ചാർട്ടുകൾ പരിശോധിച്ചാൽ അറിയാം 2019 ശേഷം ഈ മേഖലയിൽ വന്നിട്ടുള്ള വളർച്ച എത്രമാത്രമാണെന്ന്. ഈ ഓഹരികളെക്കുറിച്ചെല്ലാം നമ്മൾ മുൻപ് വളരെ വിശദമായി വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുമ്പോൾ ഉണ്ടായിരുന്ന ഓഹരി വിലകളേക്കാൾ എത്രയോ ഉയരത്തിലാണ് ഇപ്പോഴും ഈ ഓഹരികൾ. കാണാത്തവർക്കായി ഈ വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കൂടാതെ ഇവ ചാനലിന്റെ പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. ഇനി KEC ഇന്റർനാഷണലിന്റെ ഓർഡർ ബുക്ക് പരിശോധിക്കാം. RPG ഗ്രൂപ്പിന്റെ ഭാഗമായ KEC ഇന്റർനാഷണൽ അതിന്റെ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്സിലെ ശക്തമായ ഓർഡർ ഒഴുക്കിന്റെ ഫലമായി അതിന്റെ ഓഹരി വിലയിൽ ഈയിടെ ഗണ്യമായ വർധനവുണ്ടായിട്ടുണ്ട്. 2024 ഓഗസ്റ്റ് അവസാന വാരത്തിൽ കമ്പനി 2 പ്രധാന ഓർഡറുകൾ നേടുകയുണ്ടായി. 2024 ഓഗസ്റ്റ് 23 കമ്പനി 10.8 ബില്യൺ മൂല്യമുള്ള ഓർഡർ നേടിയതിനു പുറകെ ഓഗസ്റ്റ് 28 KEC ഇന്റർനാഷണലിന് 11.7 ബില്യൺ രൂപയുടെ മറ്റൊരു പുതിയ ഓർഡർ കൂടി ലഭിച്ചു. ഈ ഓർഡറുകൾ KEC ഇന്റർനാഷണലിന്റെ വാർഷിക ഓർഡർ ബുക്ക് ഏകദേശം 100 ബില്യൺ രൂപയിലെത്താൻ കാരണമായി. ഇത് മുൻ വർഷത്തെ അപേക്ഷിച്ച് 80% കൂടുതലാണ്. വലിയ ഓർഡറുകളുടെ ഈ സുസ്ഥിരമായ വരവ് നിക്ഷേപകരിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ് കമ്പനിയുടെ ഓഹരി വില ഉയരാൻ ഇടയാക്കുന്നത്. ഈ ഓഹരിയുടെ റിസ്കുകൾ നോക്കാം. പണപ്പെരുപ്പം പോലുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ ഈ കമ്പനിയുടെ പ്രകടനത്തെയും ബാധിച്ചേക്കാം. കമ്പനിയുടെ കഴിഞ്ഞ 5 വർഷത്തെയും 3 വർഷത്തെയും കോമ്പൗണ്ടഡ് പ്രോഫിറ്റ് ഗ്രോത്ത് മോശമാണ്. ROEയും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടില്ല. എന്നിരുന്നാലും കമ്പനിയുടെ ശക്തമായ ഓർഡർ ബുക്കും ഇൻഫ്രാസ്ട്രക്ചർ, റിന്യൂവബിൾ എനർജി സെക്ടർ എന്നീ മേഖലകളിൽ വരാൻ പോകുന്ന വികസന പ്രവർത്തനങ്ങൾ ഈ കമ്പനിക്ക് ഗുണം ചെയ്യും എന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. ഇനി ഈ ഓഹരിയുടെ വിശദാംശങ്ങൾ നോക്കാം. ഈ കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം 27,095 കോടിയാണ്. PE റേഷ്യോ 64.26 ഇൻഡസ്ട്രി PE 34.24 നിലവിലെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 0.85 പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് 50%-അടുത്തും FIIs ഹോൾഡിംഗ് 13.6%, DIIs ഹോൾഡിംഗ് 26.33%, പബ്ലിക് ഷെയർ ഹോൾഡിംഗ് 9.97%. കഴിഞ്ഞ 5 വർഷത്തിൽ ഈ ഓഹരി 265%-അടുത്തും 2 വർഷത്തിൽ 145%-അടുത്തും കഴിഞ്ഞ 1 വർഷത്തിൽ 77% റിട്ടേൺ ആണ് നിക്ഷേപകർക്ക് കൊടുത്തിട്ടുള്ളത്. ഇത് ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ലെങ്കിലും അഥവാ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർ എല്ലാം സ്വയം വിലയിരുത്തി തീരുമാനം എടുക്കാവുന്നതാണ്. സ്റ്റോക്ക് മാർക്കറ്റ് അപ്ഡേറ്റുകൾക്കും മറ്റ് നിക്ഷേപ സംബന്ധവുമായ അറിവുകൾക്കുമായി താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിടുക. നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ പലരും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത് അവരിലേക്ക് എത്തുന്നില്ല എന്ന് അറിയിച്ചിരുന്നു. ഈ പ്രശ്നം അഭിമുഖീകരിക്കുന്നവർ ദയവായി നോട്ടിഫിക്കേഷൻ ഓൺ ആണോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുവാൻ അപേക്ഷിക്കുന്നു. താങ്ക് യു ആൻഡ് സീ യു അഗെയിൻ.